സ്ത്രീധനം ആവശ്യപ്പെട്ട് കോഴിക്കോട് പന്തീരാങ്കാവിൽ യുവതി ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സംസ്ഥാനത്ത് സ്ത്രീധന പീഡന മരണങ്ങളുടെ കണക്കാണ്. വാർത്തകളിൽ നിറഞ്ഞ നിരവധി കേസുകൾ ഉണ്ടായിട്ടും പ്രബുദ്ധ കേരളത്തിലെ സ്ത്രീധന പീഡനങ്ങൾ തുടർക്കഥയാവുകയാണ്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. എന്നിട്ടും കഴിഞ്ഞ 15 വർഷത്തിനിടെ 260 പെൺകുട്ടികളാണ് കേരളത്തിൽ സ്ത്രീധന പീഡനത്തിനിരയായി മരിച്ചത്. ഓരോ വർഷവും 5000-ഓളം സ്ത്രീധന പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. 2023 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ഡോക്ടർ ഷെഹന ജീവനൊടുക്കിയത് പ്രതിശ്രുതവരൻ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെയാണ്. 2021 കൊല്ലം ശാസ്താംകോട്ടയിലെ ഭർതൃവീട്ടിൽ വെച്ച് വിസ്മയ എന്ന 22-കാരി ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് കിരൺകുമാറിന്റെ കടുത്ത പീഡനത്തെ തുടർന്നായിരുന്നു ഇത്. 2020 മേയിലാണ് കൊല്ലം അഞ്ചലിൽ ഉത്തര എന്ന പെൺകുട്ടിയെ ഭർത്താവ് സൂരജ് പാമ്പിനെ ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഇത്. ബാക്കി നൽകാനുള്ള സ്ത്രീധന തുകയായ 2 ലക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ഓയൂരിൽ 2 കുട്ടികളുടെ മാതാവായ തുഷാരയെ ഭർത്താവ് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത് 2019 മരിക്കുമ്പോൾ 20 കിലോ ആയിരുന്നു തുഷാരയുടെ ഭാരം. സ്ത്രീധന തർക്കത്തെ തുടർന്ന് കേരളത്തിലെ കോടതികളിൽ രജിസ്റ്റർ ചെയ്ത വിവാഹമോചന കേസുകൾ 1.5 ലക്ഷം വരും. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 6 മാസം വരെ തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. സ്ത്രീധനം വാങ്ങിയാലോ നൽകിയാലോ 5 വർഷം വരെ തടവും 15,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഇപ്പോഴും തുടരുന്ന സ്ത്രീധന പീഡനങ്ങൾ മലയാളി ഇനിയും പാഠങ്ങൾ പഠിച്ചില്ല എന്നതിന് തെളിവാണ്. റിസർച്ച് ഡെസ്ക് 24.